ചൈൽഡ് പോർണോഗ്രഫി ഇല്ലീഗൽ ആണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളെ ഉപയോഗിച്ച് പോർണോഗ്രഫിക് കണ്ടന്റ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള പോർണോഗ്രഫിക് കണ്ടന്റ് കുട്ടികളുടെ അടുത്തേക്ക് എക്സ്പോസ് ചെയ്യപ്പെട്ടാലും അത് ചൈൽഡ് പോർണോഗ്രഫിയാണ്. സ്ത്രീകളുടെ ആണെങ്കിൽ പോലും മോശമായ ചിത്രങ്ങൾ അല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതും അതുകൊണ്ട് പണം ഉണ്ടാക്കുന്നതൊക്കെ തെറ്റ് തന്നെയാണ്. ഇന്ത്യയിൽ സ്ത്രീകൾ മാത്രമാണോ ഇതിന് ഇരയാകുന്നത്? പുരുഷന്മാർക്ക് നാണോ ഇല്ലാതൊന്നുമില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റഗ്രാം തുറന്നു നോക്കിയാൽ തന്നെ വീഡിയോസ് തന്നെ വരുന്നു. അങ്ങനെ സെർച്ച് ചെയ്തിട്ടല്ല വരുന്നതെന്ന് പറയാൻ പറ്റും. നമ്മളൊരു സാധനം അങ്ങനെ കണ്ടു, അതിനൊരു 2 seconds ഒരു ലേറ്റൻസി കൊടുക്കണം, നമ്മൾ പിന്നെ ഫോളോ ചെയ്യുന്നതാണ് അതെന്ന് വരുന്നത്. ഐഫോൺ ഭയങ്കര സെക്യൂർ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ആരോ ഒരാൾ അയച്ച മെസ്സേജ് ഡൗൺലോഡ് ചെയ്തു, അതിനെ കൂടെ വന്നിട്ടുള്ള സ്പൈവെയറും ഡൗൺലോഡ് ചെയ്തു, വർക്കില്ലേ? ഞാനിപ്പോൾ ഒരു പാട്ട് കേട്ടു, അതിനെ തുടർച്ചയായിട്ട് നമ്മുടെ ഫോണിൽ ഇപ്പോൾ വരുന്ന അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും എല്ലാം നമ്മുടെ ഫോൺ അറിയുന്നുണ്ടെന്നുണ്ട്. ഇന്റർനെറ്റ് അറിയുന്നുണ്ട്, നമ്മുടെ ചുറ്റുമുള്ള ഇന്റർനെറ്റ് അറിയുന്നുണ്ട്. നമ്മൾ തന്നെയല്ലേ പെർമിഷൻ കൊടുത്തേ? ലൊക്കേഷൻ ഓൺ ചെയ്ത് വെക്കും, ആഡ് പ്രിഫറൻസസ് ഓൺ ചെയ്ത്, എല്ലാ സാധനവും നമ്മൾ തന്നെയാണ് ഓൺ ചെയ്ത് വെക്കുന്നത്. ഒന്നും സേഫ് അല്ല. വാട്സപ്പിൽ ഇപ്പം എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മൂന്നാമത് ഒരാൾ അറിയില്ല, അങ്ങനെ ഒരു ഓപ്ഷൻസ് ഒക്കെ തരുന്നുണ്ട്. ഇപ്പോൾ ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞ സംവിധാനത്തിന് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡറിന് തരാൻ പറ്റുന്ന ഒരു സെക്യൂരിറ്റി മാത്രമാണ്. എന്ത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാലും നിയമവ്യവസ്ഥിതി ചോദിച്ചാൽ എല്ലാ സർവീസ് പ്രൊവൈഡറും അത് കൊടുക്കണം. വാട്സപ്പ് സേഫാണ്. ഫോൺ സൈറ്റുകളുടെ ഉപയോഗം എന്ന് പറയുന്നത് ഇപ്പം നിയമവിരുദ്ധം അല്ല, അത് നിയമവിധേയമായി തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷെ ഇതിൻ്റെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് അവിടെ ക്രൈംസും കൂടി വരുന്നുണ്ട്. നമുക്കിതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? നിയമവിധേയമാണെന്ന് പറഞ്ഞാൽ പോൺ സൈറ്റ്സിനകത്ത് ചൈൽഡ് പോർണോഗ്രഫി ഇല്ലീഗലാണ്, ഇന്റർനാഷണലി ഇല്ലീഗലാണ്. ചൈൽഡ് പോർണോഗ്രഫി ഇല്ലീഗൽ ആണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കുട്ടികളെ ഉപയോഗിച്ച് പോർണോഗ്രഫിക് കണ്ടന്റ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള പോർണോഗ്രഫിക് കണ്ടന്റ് കുട്ടികളുടെ അടുത്തേക്ക് എക്സ്പോസ് ചെയ്യപ്പെട്ടാലും അത് ചൈൽഡ് പോർണോഗ്രഫിയാണ്. അപ്പോൾ അതൊക്കെ ഇല്ലീഗലാണ്, ഇന്റർനാഷണലി ഇല്ലീഗലാണ്. ഇനി പോർണോഗ്രഫി ഫോർ മൈ ഓൺ യൂസ് ഓക്കെ, പക്ഷേ അത് പബ്ലിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് വിറ്റ് കാശാക്കാനോ ഉള്ള ഒരു ലൈസൻസ് ഒന്നും ഇല്ല, പല രാജ്യങ്ങളിലും ഇല്ല, പല രാജ്യങ്ങളും അത് അലൗ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും ഏത് കൺട്രിയുടെ ജൂറിസ്ഡിക്ഷനാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ സ്ത്രീകളുടെ ആണെങ്കിൽ പോലും മോശമായ ചിത്രങ്ങൾ അല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതും അതുകൊണ്ട് പണം ഉണ്ടാക്കുന്നതൊക്കെ തെറ്റ് തന്നെയാണ്. ഇന്ത്യയിൽ സ്ത്രീകൾ മാത്രമാണോ ഇതിന് ഇരയാകുന്നത്? നമുക്കിപ്പോൾ ഒരു നിയമവ്യവസ്ഥിതിയുടെ അടിയിൽ കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യമാണ് സംസാരിക്കപ്പെടുക. ലൈഫ് ഇമ്പാക്റ്റ് ചെയ്യണത് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഒരു പുരുഷനും നാണവും മാനവും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണല്ലോ, അല്ലാതെ പുരുഷന്മാർക്ക് നാണവും മാനവും ഇല്ലാതൊന്നുമില്ലല്ലോ. അവർക്കും ഇതൊക്കെ ഒരേപോലെ തന്നെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നതും അവർക്കും ഇമോഷണൽ ഡിസ്ട്രെസ് വരുന്നതൊക്കെ ഇതുപോലെ തന്നെയാണ്. എന്തുകൊണ്ടോ സമൂഹം വൾണറബിൾ, ഈ ഒരു കാര്യത്തിൽ മോർ വൾണറബിലിറ്റി എന്ന് സ്ത്രീകളും കുട്ടികളുടെയും എന്നുള്ളൊരു ക്യാരക്ടർ അസാസിനേഷൻ ഏറ്റവും നല്ലത് സ്ത്രീകളോടാണല്ലോ. ഇപ്പം ഞാൻ സംസാരിച്ചു വന്നു കഴിഞ്ഞാൽ ഫെമിനിസ്റ്റിക് ആയി അപ്പോൾ അതുകൊണ്ട് വിഷയത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യണ്ട എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിവിടെ നിർത്തുകയാണ്. ബട്ട് യെസ്, ഇമ്പാക്റ്റ് ഡെഫിനറ്റ്ലി സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് കൂടുതൽ. പക്ഷേ പുരുഷന്മാർക്കും ഉണ്ട്, ആൺകുട്ടികൾക്കും ഉണ്ട്. ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. അവരുടെ ഒരു ഫോട്ടോ വേറെ രീതിയിൽ പ്രചരിപ്പിച്ചു, അവരുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റിയാക്ഷനും അതുപോലെ തന്നെയാണ്. ഇപ്പം നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക കുട്ടികൾക്കും സ്ത്രീകൾക്കുമാണ്. അത് സംശയമില്ല. ഓക്കെ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോൺ സൈറ്റുകൾ കയറി കാണുക, പിന്നെ അവരത് ചെയ്യുന്നത് അവിടുത്തെ ഡേറ്റ ഡിലീറ്റ് ചെയ്ത് കളയുക, വാച്ച് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് കളയുക, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇത് കാണുന്നതിന് എന്താണ് നിയമവിരുദ്ധമായിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും? പേരൻ്റൽ കൺട്രോൾ, കുട്ടികൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ രക്ഷകർത്താക്കളൊരു മുൻകൈ എടുക്കണം. അതിനകത്ത് എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത് എന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മളാണല്ലോ പറയുന്നത്. അതിനകത്ത് എന്താ പറയുക, വളരെ സോഫ്റ്റ് പേരൻറ്റിങ് എന്ന് പറയുന്നൊരു സ്ഥാനത്തു നിന്നൊക്കെ മാറി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം തീർച്ചയായിട്ടുമായി. നമ്മൾ കുട്ടികളുടെ ഇൻ്റലിജൻസിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അവരുടെ കൂടെ നിൽക്കണം, അവരുടെ കൂടെ നമ്മൾ പഠിക്കുകയും വേണം. മാതാപിതാക്കൾക്ക് അറിയാൻ സാധിക്കുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോഴാണ് അറിയാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നതല്ലേ സത്യം. കാരണം എന്താ വെച്ചാൽ അങ്ങനെ അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു സാധനം നമ്മൾ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ്
അതിനെപ്പറ്റി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമല്ലോ അല്ലേ. എനിക്കറിയാത്തൊരു കാര്യം എൻ്റെ കുട്ടിയെ പഠിപ്പിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? തീർച്ചയായും സ്കൂളിൽ പറഞ്ഞയക്കും, അല്ലെങ്കിൽ കോളേജിൽ പറഞ്ഞയക്കും, വേറൊരാളെ ഏൽപ്പിക്കും. ആരെ? നമ്മൾ ഓതറൈസ്ഡ് ഒരാളെ ഏൽപ്പിക്കും. എന്തിനാ ഒരു സ്കൂളിലേക്ക് പറഞ്ഞയക്കണേ? സ്കൂളിൽ പഠിച്ചാലേ ഒരു കുട്ടിക്ക് 10th സ്റ്റാൻഡേർഡ് പാസ്സാവാൻ പറ്റുള്ളൂ? അല്ലല്ലോ. ഓപ്പൺ സ്കൂളിംഗ് ഉണ്ട്, ഹോം സ്കൂളിംഗ് ഉണ്ട്. പരീക്ഷ എഴുതിയാൽ മതി. ഓപ്പൺ ആയിട്ട് തന്നെ ഏത് വരെയുള്ള കോഴ്സുകൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ പിന്നെ എന്തിനാണ് നമ്മൾ പറയുന്നത്? നമ്മളെക്കാട്ടിലും നന്നായിട്ട് ആ പറയുന്ന വിഷയം കൈകാര്യം ചെയ്യാൻ നമ്മളെ കുട്ടിയെ ഏൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ സ്പേസ് പഠിപ്പിക്കാനും ഏൽപ്പിക്കണം. ഇത് നേരെ തിരിച്ചാണ്. ഡിജിറ്റൽ സ്പേസ് കുട്ടിയെ ഏൽപ്പിച്ചിട്ട് കുട്ടി എവിടം വരെ പഠിച്ചു എന്ന് പോലും നമ്മൾ നോക്കുന്നില്ല. പേരൻസ് നമ്മൾ ഒപ്പം പഠിക്കാൻ തന്നെ, ഒന്നുകിൽ ഒപ്പം പഠിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് കുട്ടി പഠിക്കുന്നുണ്ടോ എന്ന് ഉറപ്പെങ്കിലും വരുത്തണം. ഇതൊന്നുമില്ല. നമ്മൾ ആക്ച്വലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒരുപാട് കെയർലെസ് ആയി ഒരു ജനറേഷനെ അങ്ങ് നോക്കാതെ അഴിച്ചു വിട്ടു. അപ്പം എന്നിട്ട് പിന്നെ അഴിച്ചു പണിയാൻ നോക്കുകയാണ് നമ്മൾ. അതിത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം AI ഉപയോഗം ഭയങ്കരമായിട്ട് കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം എല്ലാത്തിനും AI ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ AIക്ക് അതേപോലെ തന്നെ ദുരുപയോഗങ്ങൾ ഒരുപാടുണ്ട്. AI വഴി ഉണ്ടാകുന്ന ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാം തുറന്ന് നോക്കിയാൽ തന്നെ AI വീഡിയോസ് തന്നെ വരുന്ന കുറേ വീഡിയോസ് ഉണ്ട്. അതിൽ ഒരുപാടും ആവശ്യമില്ലാത്ത വീഡിയോസുകൾ വരുന്നുണ്ട്, അശ്ലീലമായ വീഡിയോസുകൾ ആയിട്ട് കയറി വരുന്നുണ്ട്. ഇതെങ്ങനെ തടയാൻ നമുക്ക് സാധിക്കും? ഇതൊക്കെ തന്നെ കയറി വരുന്നതാണ്, നമ്മൾ സെർച്ച് ചെയ്ത് പോയി കണ്ടുപിടിക്കുന്ന കാര്യങ്ങളല്ല. ഇതെങ്ങനെ സാധിക്കും? അങ്ങനെ സെർച്ച് ചെയ്തിട്ടല്ല വരുന്നതെന്ന് പറയാൻ പറ്റും. നമ്മളൊരു സാധനം അങ്ങനെ കണ്ടു, അതിനൊരു 2 seconds ഒരു ലേറ്റൻസി കൊടുക്കണം. നമ്മൾ കണ്ട് പിന്നെ ഫോളോ ചെയ്യുന്നതാണ് അതെന്ന് വരുന്നത്. ആൻഡ് എപ്പോഴും ഇത്തരം വീഡിയോസ്, അതായത് വ്യൂസ് കൂടുതൽ വേണം എന്നുള്ള വേണ്ടി ഇടുന്ന ആൾക്കാർ ആ വീഡിയോസ് പുഷ് ചെയ്യുകയും ചെയ്യുമല്ലോ. അപ്പോൾ ആ ടെക്നീക്സ് ഉപയോഗിച്ചിട്ട് അവർ ആ വീഡിയോസ് അല്ലെങ്കിൽ ആ കണ്ടൻറ്റ് പുഷ് ചെയ്യും. അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത് കയറിയാൽ പിന്നെ ഇപ്പം ഞാനത് കണ്ടു, എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാർക്കും അത് ഫീഡ് പോകും, ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളും അങ്ങനെ അത് സ്പ്രെഡ് ആവണതാണ് ഒന്ന്. കാരണം എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് എൻ്റെ തന്നെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇതൊക്കെയാണ് അസംഷൻസ്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നമുക്കൊട്ടും നമ്മളൊരു ലീഡ് കൊടുക്കാതെയാണ് അത് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം AI ജനറേറ്റഡ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ വന്ന് ക്രൈമായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു നിയമാവശ്യമൊക്കെ എങ്ങനെ? AI ഇപ്പോൾ തൽക്കാലം AI ജനറേറ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ AI കണ്ടന്റ് എന്ന് പറയുന്ന കാര്യം സെയിം നിയമത്തിൻ്റെ അടിയിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. പല കൺട്രീസിലും AI റെഗുലേഷൻസും അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഇന്ത്യയിലും ഇറ്റ് ഇസ് ഇൻ പ്രോസസ്. ഒരിക്കലും നിയമം ടെക്നോളജി ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. നാളെ ഇങ്ങനൊരു സാധനം വരും, അതുകൊണ്ട് അതിൻ്റെ നിയമം ഇങ്ങനെയാണ്. അങ്ങനെയല്ല, നമ്മളൊരു ടെക്നോളജി ഉണ്ടാക്കുന്നു. കാരണം ടെക്നോളജി ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോശക്കാര്യത്തിനല്ല ടെക്നോളജി ഉണ്ടാക്കുന്നത്. അപ്പോൾ ടെക്നോളജി ആദ്യം ഉണ്ടാക്കുന്നു, ആ ടെക്നോളജി എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നോക്കിയിട്ട് ആ ടെക്നോളജി ആദ്യം സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നിയമം ഉണ്ടാക്കുന്നത്. അതിനകത്ത് വീണ്ടും ഉപയോഗം കൊണ്ട് വരുന്ന ക്രൈംസ് വരുമ്പോഴാണ് അതിന് ഒഫൻസും അതിന് ഡിഫെൻസീവ് മെക്കാനിസം ഒക്കെ ആയിട്ടുള്ള സാധ്യതകൾ വരുന്നത്. ഇപ്പോൾ AI റെഗുലേഷൻസ് ഇപ്പോൾ വേൾഡ് ഓവർ ചിന്തിച്ചിങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇന്ത്യ ഈസ് ഓൾസോ തിങ്കിങ് അബൌട്ട്. ഇപ്പോൾ വാട്സപ്പിൻ്റെ ഉപയോഗം, വാട്സപ്പ് സേഫ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. തീർച്ചയായും വാട്സപ്പ് സേഫ് ആണോ? ഒന്നും സേഫ് അല്ല. ഒന്നും സേഫ് അല്ല. വാട്സപ്പിൽ ഇപ്പം എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മൂന്നാമത് ഒരാൾ അറിയില്ല, അങ്ങനെ ഒരു ഓപ്ഷൻസ് ഒക്കെ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാട്സപ്പ് സേഫ് ആകാത്തത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് കയറാൻ പറ്റില്ല. അപ്പം ഞാനും നിങ്ങളും കൂടി സംസാരിക്കുകയാണെങ്കിൽ വേറൊരാൾക്ക് ഇടയിൽ വന്നിട്ട് പിച്ചിൻ ചെയ്തിട്ട് അതിനകത്ത് ഡേറ്റ കളക്ട് ചെയ്ത്, അതായത് കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ കയറാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഈ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് വേറൊരാൾ ഈ പറയുന്ന ക്രിമിനൽ ഒരു ഫയൽ അയക്കുകയാണ്, എനിക്കോ നിങ്ങൾക്കോ അയക്കുകയാണ്. അത് നമ്മൾ ഈതർ ഓഫേഴ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഫോൺ പോയേ കോംപ്രമൈസ്ഡ് ആണ്. അതിനുശേഷം നമ്മൾ അയക്കുന്ന എന്ത് സാധനവും കിട്ടില്ലേ അവർക്ക്. അപ്പോൾ ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞ സംവിധാനത്തിന് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡറിന് തരാൻ പറ്റുന്ന ഒരു സെക്യൂരിറ്റി മാത്രമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്ത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാലും നിയമവ്യവസ്ഥിതി ചോദിച്ചാൽ എല്ലാ സർവീസ് പ്രൊവൈഡറും അത് കൊടുക്കണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ നോൺ കംപ്ലയൻറ്റ് സർവീസ് പ്രൊവൈഡറായിട്ട് മാറും. ഇപ്പോൾ പല സർവീസ് പ്രൊവൈഡേഴ്സും അത്തരം ആണ്. ഇപ്പോൾ ടെലിഗ്രാമൊക്കെ ഒട്ടും കംപ്ലയൻ്റ് അല്ലാത്തൊരു, അവരൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ ബാൻ ചെയ്യാം. ടെലഗ്രാമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കേട്ടു, ടെലഗ്രാം വഴി മോഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിച്ചതായിട്ട്. ടെലഗ്രാമിൻ്റെ ഉപയോഗം സത്യം പറഞ്ഞാൽ ഇവിടെ കൂടുതലാണ്, നമ്മുടെ ഇവിടെ ഒരുപാട് കൂടുതലാണ് സിനിമ കാണാനൊക്കെ ആയിട്ട്. ഇനി ടെലഗ്രാം എന്ന് പറയുന്നത് അത്രത്തോളം സേഫ് അല്ലാതായത് എന്തുകൊണ്ടായിരിക്കും? അവർക്ക് കംപ്ലയൻസ് ഇല്ല. പല കാര്യങ്ങളിലും അവർക്ക് നോൺ കംപ്ലയൻ്റ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്.
അപ്പോൾ അതിൽ നടക്കുന്നത് ഭൂരിഭാഗവും ഇത്തരം കാര്യങ്ങളാണ്. ആ ഒരു പ്ലാറ്റ്ഫോം ഇനിയും നിലനിർത്തി പോണ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഒട്ടും തിരിച്ച് റീട്രേസബിൾ അല്ല എന്നൊന്നും പറഞ്ഞാൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ഓപ്പറേഷൻ പി ഹണ്ട് പോലത്തെ കേരള പോലീസിൻ്റെ ഏറ്റവും വലിയ പ്രൗഡായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. അത് നടന്നത് ടെലഗ്രാമിലാണ്. പക്ഷെ ടെലഗ്രാം വഴി എന്തും പെട്ടെന്ന് ഷെയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. ഒരുപാട് ഗ്രൂപ്പുകൾ പോസിബിലിറ്റി കൂടുതലാണ്, യൂസേഴ്സ് കൂടുതലാണ്. ടെലഗ്രാമിൽ വരുന്ന ഭൂരിഭാഗം ആൾക്കാരും ഇത്തരം തന്നെ ആൾക്കാരാണ്. ഇതിന് വേണ്ടിയിട്ടാണ് വരുന്നത്, ടു ഗെറ്റ് ഇൻ ടു നോൺ കംപ്ലയൻറ്റ് ആക്ടിവിറ്റീസ്. അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. സിനിമ കാണാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുക. പക്ഷെ സിനിമ എന്നതിലുപരി അതിൽ പ്രചരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് വേറെ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഏത് ഫ്രോഡ് എടുത്ത് നോക്കിയാലും ശരി, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോഡ് ആണെങ്കിലും ഡിജിറ്റൽ അറസ്റ്റ് ആണെങ്കിലും ഇനി ലോൺ ആപ്സ് ആണെന്നുണ്ടെങ്കിലും ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസിൻ്റെ പ്രചരണമാണെങ്കിലും എന്താണെങ്കിലും ടെലഗ്രാമിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാത്ത ഒരു കേസ് എനിക്ക് വേണമെങ്കിൽ വന്നിട്ട് നാളുകളായി. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ടെലഗ്രാം ബാൻ ചെയ്യാത്തത്? അത് ഒരു ചോദ്യമാണ്. മേ ബി ചെയ്തേക്കാം. ഇപ്പം അതുപോലെ തന്നെ വാട്സപ്പിൽ ഇപ്പം സെക്യൂർ ആക്കാൻ വേണ്ടി ഇപ്പം 1 ടൈം വ്യൂസ് ഒക്കെ ആയിട്ട് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ അയക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു കാര്യമാണോ അല്ലയോ? 1 ടൈം വീഡിയോ എനിക്ക് ഒരെണ്ണം കിട്ടി. ഞാൻ എൻ്റെ ഫോണിൽ സ്ക്രീൻ റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ട് ഞാനത് കണ്ടാൽ 1 ടൈം വീഡിയോ ആവുമോ? ഇല്ല. അതും സേഫ് അല്ല. അപ്പോൾ ഞാൻ 1 ടൈം ഫോട്ടോ എടുത്തു. എനിക്ക് വേറൊരു ഗാജറ്റ് എടുത്തിട്ട് അത് ഫോട്ടോ എടുത്തൂടെ? ഓൺ ചെയ്ത് വെച്ചിട്ട് തന്നെ നടക്കുന്ന കാര്യമല്ലേ. അപ്പോൾ പിന്നെ എന്ത് സെക്യൂരിറ്റിയാണ് നമ്മൾ പറയുന്നത്? ഒരു 100% സെക്യൂരിറ്റി ഒന്നും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലില്ല, ഒരിടത്തും ഇല്ല. ഒരു ടെക്നിക്കലി 100% സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം വെറും മിഥ്യയാണ്. അത് നടക്കില്ല. ഇപ്പം ഈ ഡാർക്ക് വെബ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം അവർക്ക് എന്ത് കൊടുത്താലും എന്ത് ചോദിച്ചാലും തരാൻ കഴിവുള്ളവരാണ് അവർ. ഈ ഡാർക്ക് വെബ് പോലെയുള്ള സാഹചര്യങ്ങളെ എങ്ങനെ നമുക്ക് ഒന്ന് പൊരുതാൻ സാധിക്കും? എഗെയിൻ ഡാർക്ക് വെബ് ഉണ്ടാക്കിയതും നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ബേസിക്കലി ഒരു ഹൈ ഇൻ്റലിജൻറ്റ് ഡേറ്റ അല്ലെങ്കിൽ ഹൈ സെക്യൂരിറ്റി ഡേറ്റയൊക്കെ സൂക്ഷിക്കാനുള്ളൊരു സംവിധാനത്തിനാണ് ഡാർക്ക് വെബ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡാർക്ക് വെബിൻ്റെ ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് ഇൻഡെക്സിങ് ഇല്ലാത്തൊരു ഇൻ്റർനെറ്റാണ്. നമുക്കൊരു www.dhanya.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിലേക്ക് പോകാൻ ആ dhanya.com എന്ന് പറയുന്ന ഒരു സാധനം ഒരു അഡ്രസ്സാണ്. അതിനൊരു വഴിയുണ്ട്. അത് ടൈപ്പ് ചെയ്യുമ്പോൾ ഇന്ന സൈഡിൽ കൂടെ പോയി പേജ്. ഇപ്പോൾ നമ്മളൊരു ബുക്ക് തുറന്നാൽ ഇൻഡെക്സ് പേജ് 5-6 ചാപ്റ്റേഴ്സോ അതിൽ 4ാമത്തെ ചാപ്റ്ററിൽ ഇത്ര സബ് ടോപ്പിക്സ്, 3ാമത്തെ സബ് ടോപ്പിക്ക് പേജ് നമ്പർ 44 കയറിയാൽ കാണാൻ പറ്റും എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഇൻഡെക്സിങ് ഉണ്ട് അതിനകത്ത്. ആ ഇൻഡെക്സിങ് ഉണ്ടാവില്ല. അതാണ് ഡാർക്ക് വെബ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഡെക്സിങ് ഇല്ലാത്ത ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വെക്കണം. എന്തുകൊണ്ടാണ്? ആരും തപ്പിപ്പിടിച്ച് അങ്ങോട്ട് പോകരുത്. പക്ഷെ നേരെ മറിച്ച് ഞാൻ അങ്ങോട്ട് ഒരു ഇൻവിറ്റേഷൻ അയക്കുകയാണ്, എന്നിട്ട് പറയുകയാണ് ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരാമല്ലോ. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഡേറ്റ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഏതൊരു രാജ്യത്തിനും അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഡേറ്റ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇപ്പം വെബ്സൈറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൽ HTTPS ഉണ്ടെങ്കിൽ സെക്യൂർ ആണ്, എസ് ഇല്ലെങ്കിൽ സെക്യൂർ അല്ല. റിലേറ്റീവ്ലി സെക്യൂർഡാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതാണോ അതാണോ കൂടുതൽ സെക്യൂർഡ് എന്ന് ചോദിച്ചാൽ HTTPS ഉള്ളതാണ് സെക്യൂർഡ്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ താഴെ പെഡോക്ക് എംബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലോക്ക്ഡ് ആണെങ്കിൽ അത് കൂടുതൽ സെക്യൂർഡാണ്. അതേപോലെ തന്നെ പല ബ്രൗസേഴ്സും നമുക്ക് അവർ ഇൻബിൽട്ടായിട്ട് നമുക്ക് പറയണം യു ആർ ഗെറ്റിംഗ് ഇൻ ടു ആൻ അൺസെക്യൂർഡ് സൈറ്റ്, ഒരു വാർണിംഗ് തരണം. അതൊക്കെ പുതിയ റെഗുലേഷൻസ് ആണ്. ഇതൊന്നും പണ്ടുണ്ടായിരുന്നില്ല. അപ്പം നിയമം കർശനമാക്കും തോറും ഓരോ സർവീസ് പ്രൊവൈഡറും അവർക്ക് ബിസിനസ്സിൽ നിലനിന്ന് പോകണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ റിലേറ്റീവ്ലി സെക്യൂർഡാന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഓക്കെ എന്നാലും സാറില്ല എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്, യെസ് ഞാൻ ക്ലിക്ക് ചെയ്താൽ പിന്നെ അത് എൻ്റെ പ്രോബ്ലം അല്ലേ. ഇപ്പം നമ്മളിപ്പം ഇപ്പം സോഷ്യൽ മീഡിയ ഉപയോഗമൊക്കെ ഒരുപാട് കൂടി വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരൊക്കെ ഒരുപാട് കൂടുതലാണ്. ഇപ്പം കണ്ടന്റ്സിൻ്റെ ഒക്കെ താഴെ വരുന്ന കമൻസ് ഭയങ്കര മോശമായിട്ടുള്ള കമൻസ് ഒക്കെ വരാറുണ്ട്. അതിൽ ഓരോരുത്തരുടെയും പേര് നോക്കുകയാണെങ്കിൽ, അക്കൗണ്ട്സിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ പല പല പേരുകളൊക്കെ വരാറുണ്ട്. ഇപ്പം എനിക്കുണ്ടായ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു വീഡിയോ ചെയ്തു, അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നു എന്ന് വെച്ചാൽ അത്രയും മോശം കമൻ്റ് അല്ല, എന്നാൽ അതൊരു മോശം കമൻറ്റുമാണ്. പക്ഷേ ആ കണ്ടന്റിൻ്റെ പേര് വന്നത് ഇത് എടുത്ത ആളുടെ പേരാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് വീഡിയോ എടുത്ത് തന്ന ആളുടെ പേരാണ് ഫുള്ള് വന്നിരിക്കുന്നത്. പക്ഷെ ആൾ ചെയ്തതല്ല, ആളുടെ പേര് ഫുള്ളി ഉപയോഗിച്ച് ചെയ്തൊരു ആരോ ക്രിയേറ്റ് ചെയ്തൊരു പേരാണ്.
പക്ഷെ ഇത് എന്നിട്ട് നമ്മൾ ഇത് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ പറയുന്നത് ഇതിൻ്റെ പുറകെ എന്ന് വെച്ചാൽ ഒരുപാട് മോശം കമൻറ്റും അല്ല, എന്നാൽ ഒരു മോശം കമൻറ്റും ആണത്. അപ്പോൾ ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിൻ്റെ പുറകെ ഈ ഒരു ഒറ്റ പേര് വെച്ച് മാത്രം പുറകെ പോയി കഴിഞ്ഞാൽ കാലങ്ങളെടുക്കും, ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കേണ്ടതായിട്ട് വരും. പക്ഷേ അപ്പോഴും ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ആ പേരിനുടമയുടെ പേരിലാണ് ആ മെസ്സേജ് കിടക്കുന്നത്. അത് ആളുടെ പേരിലല്ലേ ആ മെസ്സേജ് അറിയപ്പെടുകയുള്ളൂ. അപ്പം ഇതിനെ എങ്ങനെ നമുക്ക് തടയാൻ പറ്റും? ഈ ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് നടക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ എൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കുന്ന എന്ത് ഡീറ്റെയിൽ ആണെങ്കിലും സൂഡോ നെയിം എന്ന് പറഞ്ഞിട്ടൊരു സാധനം എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇന്ദിരാഗാന്ധിയുടെ പേര് വേണമെങ്കിൽ എടുക്കാം, നെൽസൺ മണ്ടേലയുടെ പേര് വേണമെങ്കിൽ എടുക്കാം. അതൊക്കെ എന്താ പറയുക, അത് സൂഡോ നെയിംസ് മാത്രമാണ്. അത് ആ ഇതൊരു ഫങ്ഷനാലിറ്റി തരുന്നതുകൊണ്ട് എല്ലാവരുടെയും വിചാരം ഇത് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോവും, എന്നെ ആരും തിരിച്ചറിയില്ല എന്നുള്ളതൊക്കെയാണ്. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവരത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു കാര്യവും പോലീസുകാർക്കും ഉണ്ട്. നാളെ മറ്റന്നാളും നമുക്ക് ചെയ്യാവുന്ന കാര്യം. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ വന്നാലും എൻ്റെ അടുത്തും ഇപ്പോൾ പലരും വരുമ്പോൾ ഞാൻ പറയും, ഇപ്പോൾ നമ്മുടെ വീഡിയോസ്, എൻ്റെ വീഡിയോസിൻ്റെ അടിയിലും ചില കമൻസ് ഒക്കെ വരാറുണ്ട്. ഇതുപോലെ വളരെ മോശമായിട്ടൊന്നുമല്ല, എന്നാലും ഇതുപോലെ ചില കമൻസ് ഒക്കെ വരാറുണ്ട്. അതിനകത്ത് എന്താണ് നമ്മളെ വേറെ രീതിയിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അഡ്രസ്സിങ് ഒക്കെ വരാറുണ്ട്. ഞാൻ ഭൂരിഭാഗം ആൾക്കാരോട് പറയണത് കുറേയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നടിക്കും. നിയമമുണ്ട്, കാരണം കണ്ടില്ല കേട്ടില്ല ഒറ്റ കാര്യമേ ഉള്ളൂ. എന്നോട് ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ടാണല്ലോ. അഭിപ്രായം ചോദിക്കാൻ മാത്രം പോലും വാല്യൂ ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ടാണല്ലോ അവരുടെ പേര് പോലും ഉപയോഗിക്കാണ്ട് അഭിപ്രായം പറയണത്. തീർച്ചയായും. അപ്പോൾ അത്ര പോലും ഇപ്പോൾ നമ്മുടെ ഒരു വോട്ടിന് വാല്യൂ ഉണ്ട്, അവിടെ പോലും നമ്മുടെ ഒരു ID കാർഡ് വേണം, ഒരു വ്യക്തിത്വം വേണം, അല്ലേ? അതിനൊരു റെസ്പോൺസിബിൾ ID ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ വല്ലവരുടെ തോള് ചാരി നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യണത്. അപ്പം അതിനത്ര തന്നെ വാല്യൂ കണ്ടാൽ മതി എന്നൊന്ന്. പക്ഷെ അതൊരു നിയമത്തിൽ വരുന്ന ഒരു എക്സ്ക്ലൂഷൻ അല്ല, നിയമപരമായിട്ട് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കണമെന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഒരു സംവിധാനത്തിനെ മുഴുവനും ഇട്ടിട്ട് ഈ ഒരു പേരിലിട്ടിട്ട് ചക്രശ്വാസം വലിപ്പിക്കണോ എന്നുള്ളത് മാത്രമേ അവിടെ ഒരു ചോയ്സ് ഉള്ളൂ. ബട്ട് അതേസമയം ടെക്നിക്കലി ഇറ്റ് ഈസ് പോസിബിൾ. ഒരാളെ ട്രേസ് ചെയ്യാനും പറ്റും, ഒരാളെ കണ്ടുപിടിക്കാനും പറ്റും, കണ്ടുപിടിച്ച നിയമത്തിൻ്റെ അടിയിൽ അവർക്ക് കൊണ്ടുവരാനും പറ്റും, ശിക്ഷയുമുണ്ട്. ഐഡൻറ്റിറ്റി തെഫ്റ്റ് മാത്രം മതി അവിടെ അവർ മോശം പറഞ്ഞോ ഇല്ലേന്നൊന്നുമല്ല പ്രശ്നം. IT ആക്ട് പ്രകാരം ഐഡൻറ്റിറ്റി തെഫ്റ്റ് മാത്രം നടത്തി എന്നുള്ള പേരിൽ മതി 3 കൊല്ലം ശിക്ഷ ഇറക്കാം. അപ്പോൾ ഇതിനെടുക്കുന്ന പ്രോസസ്സ് എത്രത്തോളം ആയിരിക്കും? ഒരുപാട് പ്രോസസ്സ് എടുക്കുമോ, ദിവസങ്ങൾ എടുക്കുമോ? കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്, വെച്ചാൽ കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇതൊരു ഇതേ സംവിധാനം ഉപയോഗിച്ചിട്ട് ഒരാൾ മരണത്തിനിടയായിരിക്കും വിചാരിക്കും. എത്ര സിമ്പിളായിട്ട് എത്ര നിമിഷങ്ങൾക്കുള്ള ഒരു ഒറ്റ ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ കൊണ്ടിരില്ലേ ആൾക്കാരുടെ മുമ്പിൽ. അപ്പോൾ ഇമ്പോസിബിൾ അല്ല, പക്ഷെ ഇമ്പാക്റ്റ് വലുതാണെങ്കിലാണ് എപ്പോഴും നമ്മളിത് ചെയ്യുന്നതെന്നുള്ളതാണ്. ഒരു പ്രിവെൻറ്റീവ് മെക്കാനിസമായിട്ട് നമ്മൾ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോഴും പ്രിവെൻറ്റീവ് മെക്കാനിസമായിട്ട് ചെയ്യും. കുട്ടികളുടെ അഗേൻസ്റ്റാണ്, വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്, അതുപോലെ കണ്ടിന്യൂസ് ഹറാസ്മെൻറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യാറുണ്ട്. പോലീസ് ആണെങ്കിലും അവരതിനകത്ത് മുൻകൈ എടുത്ത് ചെയ്യുകയൊക്കെ ചെയ്യും. സുവോമോട്ടോ കേസ് എടുക്കും. ചില കേസുകളിലൊക്കെ സുവോമോട്ടോ കേസ് എടുത്തിട്ട് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ തന്നെ പല സുവോമോട്ടോ കേസുകളുടെ റെസൊല്യൂഷനും നമ്മൾ കണ്ടിട്ടുണ്ട് പോലീസ് പല സ്റ്റേറ്റിലും. പക്ഷെ അതേസമയം നമ്മളത് ചെയ്ത് പോകുമ്പോൾ പലപ്പോഴും നമ്മളിപ്പോഴും സംസാരിക്കുന്നത് അതിനൊരു റിയാക്ഷൻ ഇല്ല, കേസ് രജിസ്റ്റർ ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് എ റോങ് മെസ്സേജ്. ഇപ്പോൾ ഞാനടക്കം കേസിന് ചില സ്ഥലത്തിൽ പോവാത്തത് ഒരു സംവിധാനത്തിനെ ഇട്ടിട്ട് മെനക്കെടുത്തിക്കണേന് അതിന് തൊക്കുന്ന വാല്യൂ നമ്മൾ അതിന് കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ എന്ന് പറയുമ്പോൾ ആ ഒരു പേര്, ആ ഒരു ഐഡന്റിറ്റി വന്നുകൊണ്ട് തന്നെ അത് ചെയ്യാത്ത ഒരാള് അത്രയും സമൂഹത്തിന്റെ ഇടയ്ക്ക്. അപ്പൊ ഞാൻ പറയാച്ച അങ്ങനെയുള്ളതിനകത്ത് കേസ് കൊടുത്തിട്ട് ഇടണം അവിടെ. ആ സംവിധാനത്തിനെ ഇട്ട് ചക്രശ്വാസം വലിച്ചിട്ട് ഇന്നത്തേക്ക് റെസൊല്യൂഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു കേസ് കിടക്കട്ടെ, അതങ്ങനെ വരും. ലെറ്റ് ഇറ്റ് ടേക്ക് ടൈം. അപ്പോൾ അതിങ്ങനെ എത്രയോ കാര്യങ്ങൾ നമ്മളിങ്ങനെ അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഏത് സംവിധാനത്തിലെടുത്ത് നോക്കിയാലും, ഇൻവെസ്റ്റിഗേറ്റീവ് ടെക്നിക്സിൽ എങ്ങനെ എടുത്ത് നോക്കിയാലും നമ്മൾ സ്ഥിരമായിട്ട് മോണിറ്റർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും. പക്ഷെ ആ സ്ഥാനത്തിൽ ഇത് വരട്ടെ, അതിലേക്ക് അപ്പോൾ ഒരു കംപ്ലയിൻറ്റ് എന്തായാലും രജിസ്റ്റർ ചെയ്തിട്ടു. കംപ്ലയിൻറ്റ് ടു ഫയൽ എ കംപ്ലയിൻറ്റ് ഇസ് യുവർ റൈറ്റ്. എൻ്റെയും നിങ്ങളുടെയും പ്രിവിലേജാണ് ലിവിങ് ഇൻ എ കൺട്രി ലൈക്ക് ഇന്ത്യ. എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം എന്നോട് ചെയ്താൽ എനിക്ക് പരാതി കൊടുക്കാം. പരാതി ഞാൻ കൊടുത്താൽ അവിടെ രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഇൻഫ്രാസ്ട്രക്ചർ. അത് ചെയ്യും അവർ. ആ ചെയ്യാണ്ടിരിക്കാൻ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രയോറിറ്റി കൂടിയ കാര്യങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ്.
ഇപ്പം മാം ഇപ്പോൾ 25 വർഷമായി ഈ ഒരു മേഖലയിൽ വന്നിട്ട്, ഇത്രയും വർഷം വർക്ക് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും ഒരു പ്രയാസകരമായി തോന്നിയ ഒരു കേസ് ഏതായി? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ എപ്പോഴും എന്നോട് ചോദിച്ചാൽ ഞാൻ എന്നും സ്ഥിരമായിട്ട് പറയുന്ന ഒരൊറ്റ ഡയലോഗാണ് തുടക്കക്കാലത്തെ കേസുകളാണ്. കാരണം പെട്ടെന്നാണല്ലോ ഈ വലിയൊരു ലോകം എൻ്റെ മുമ്പിലും തുറന്നു വരുന്നത്. അപ്പോൾ എല്ലാം സർപ്രൈസായിരുന്നു, എല്ലാ ദിവസവും സർപ്രൈസായിരുന്നു, എല്ലാ ദിവസവും ഞെട്ടലായിരുന്നു. ഒരു തരം എന്താ പറയുക, വേറൊരു ലോകത്തിലേക്ക് എന്നെ ഇറങ്ങി തിരിഞ്ഞ പോലെയായിരുന്നു ഓരോ ദിവസം. ആ ദിവസങ്ങളായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ശീലമായി പറയും. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ എല്ലാ കേസിനും നമുക്ക് വരുന്ന കഥകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ മുമ്പിൽ വന്നിരിക്കുന്ന ആളുടെ കഥ മുഴുവൻ കേൾക്കുക, നല്ലൊരു സിനിമ കാണുന്ന പോലെ ഇരുന്ന് കഥ കേൾക്കുക. ആ കഥ കേൾക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടെ നോക്കിയാൽ എന്ത് കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ ആ ടെക്നിക്കൽ എവിഡൻസസ് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ടൈം കൺസ്യൂമിങ് ആയിട്ട് വരിക. അത് ചിലപ്പോൾ ഇപ്പോൾ അത്ര സീസൺഡ് ഒരു ക്രിമിനലൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ചിലപ്പോൾ അങ്ങനെയും ടെക്നിക്കലി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്രൈമാണ് ചെയ്തു വന്നിട്ടുള്ള ക്രിമിനലാണ് ഇത് ചെയ്തു വന്നിട്ട് എന്നുണ്ടെങ്കിൽ അത്ര കുറച്ചും കൂടി സമയമെടുക്കും. ടെക്നിക്കലി ഇമ്പോസിബിൾ ഒന്നുമല്ല ഒരു കാര്യം. ഇപ്പം ഇപ്പോൾ ഒരു സൈബർ ക്രൈം നമ്മുടെ കയ്യിൽ വന്ന് പെട്ടു എന്ന് കഴിഞ്ഞാൽ അപ്പം തൊട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്തൊക്കെയായിരിക്കും? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ആദ്യത്തെ തന്നെ കാര്യം കഥ കേൾക്കുക എന്നുള്ളതാണ്. അത് പല കുട്ടികൾക്കും നമ്മുടെ അടുത്ത് ഇപ്പോൾ കരിയറിൽ സൈബർ സെക്യൂരിറ്റിയിൽ കരിയറിൽ ചൂസ് ചെയ്യാൻ വരുന്ന കുട്ടികളുടെ വിചാരം നമുക്കൊരു 1 ലൈനർ കിട്ടി, ആ ലൈനർ വെച്ചു സിസ്റ്റത്തിന് മുമ്പിൽ അങ്ങനെ എനിക്ക് വേണേൽ സിനിമകളും ഒക്കെ ഒരുപാട് ഇങ്ങനെ ഈ റോങ് ഇൻഫർമേഷൻ സ്വാധീനിച്ചു. ഞാനും കരിയർ തുടങ്ങുന്ന സമയത്ത് വിചാരം എന്താ വെച്ചാൽ സുരേഷ് ഗോപിയും മമ്മൂട്ടിയും ഒക്കെ ചെയ്യുന്ന പോലെ അങ്ങ് 2 മണിക്കൂർ കൊണ്ട് ഞാനിപ്പോൾ എല്ലാം മാറ്റിമറിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ അതിന് സമയം എടുക്കും എന്നുള്ളതും അതിനൊരു നെററ്റീവ് ഉണ്ട്. അതേപോലെ എൻ്റെ പ്രൊഫഷൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ക്ലയൻറ്റിൻ്റെ ഒരിക്കലും പേഴ്സണലൈസ്ഡ് ആക്കി എടുക്കരുത് എന്നുള്ളതാണ്. തുടക്കത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നു. ഒരാൾ വന്നങ്ങ് പറയുമ്പോഴത്തേക്കും അങ്ങോട്ട് അയ്യോ നമ്മളങ്ങ് ഫുൾ അതിനകത്തേക്ക് ഇൻവെസ്റ്റഡ് ആയി പോകും. അപ്പോൾ അതുപോലെ പേഴ്സണലി എടുക്കാതിരിക്കുക. 2 ക്യാരി ഓവർ നടക്കാതിരിക്കുക. 3-മത്തെ കാര്യം അത് പറയുന്നത് അവരുടെ സൈഡ് ഓഫ് ദ സ്റ്റോറിയാണ്. അതൊരു കൺവീനിയൻറ്റ് സ്ക്രീൻ പ്ലേ ആണ്, അതല്ലാതെ ഫുൾ ട്രൂത്ത് അല്ല. ഒരിക്കലും ഫുൾ ട്രൂത്ത് ആരെ കൊണ്ടും പറയാൻ പറ്റില്ല. അത് പറ്റില്ല. കാരണം ഇറ്റ് ഈസ് മൈ പെർസ്പെക്റ്റീവ്. ഞാനിവിടെ ഇരുന്ന് പറയുന്നത് എൻ്റെ പെർസ്പെക്റ്റീവാണ്. അത് വേറൊരാൾ നോക്കി കാണുമ്പോൾ വേറെ രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു പല പേഴ്സ്പെക്റ്റീവ്സിലും അതേ സ്ക്രീൻ പ്ലേനെ ഇരുന്ന് ഞങ്ങൾ കാണാൻ പഠിക്കും. അതിന് എന്നെ സഹായിച്ചത് എൻ്റെ ഡാൻസിൻ്റെ ചില കുട്ടിക്കാലം മുതൽക്ക് ഡാൻസ് പഠിച്ചിട്ടുള്ളൊരു കാര്യം. പിന്നെ ഓഫ് കോഴ്സ് ആ തുടക്കകാലത്ത് പറ്റിയിട്ടുള്ള ചില തെറ്റുകൾ, ചില ഇമ്പൾസീവ് ഡിസിഷൻസിൽ വന്നിട്ടുള്ള കാര്യം ഫുൾ പ്രൂഫ് ഒന്നുമല്ല. നമ്മൾ ആര് ചെയ്താലും പഠനം എൻ്റെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്റ്റോറി കേൾക്കുക, ആ സ്റ്റോറിയുടെ അകത്ത് ടെക്നിക്കൽ പ്ലേസ്മെൻറ്റ്സ് എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യുക. ആ ടെക്നിക്കൽ പ്ലേസ്മെൻറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ ലീഗലൈസ്ഡ് ആയിട്ട് നോക്കും. ഇപ്പോൾ നമുക്ക് ടെക്നിക്കലി ഒരു സാധനം പോസിബിളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് നിങ്ങളുടെ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കത് കിട്ടും. ആൻഡ് ടെക്നിക്കലി ഇന്ന ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് കയറാനും പറ്റും. ഇതൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യും. പക്ഷേ ആ പറയുന്ന ടൂള് എനിക്ക് ലീഗലി ഞാൻ വർക്ക് ചെയ്യുന്ന കേസ് ജൂറിസ്ഡിക്ഷനിൽ അത് യൂസ് ചെയ്യാൻ പറ്റുമില്ലേ, അത് ഡിസൈഡ് ചെയ്യണം. 2, അത് ലീഗലി വാലിഡ് ആണോ, എനിക്ക് നിങ്ങളുടെ ആ ഫോണിലേക്ക് കയറാനുള്ള ലീഗൽ വാലിഡേഷൻ ഉണ്ടോ ഇല്ലേ, അതൊക്കെ അപ്പോൾ ദർ ആർ ലോട്ട് ഓഫ് ക്രൈറ്റീരിയാസ് ഒരു കേസ് മുമ്പിൽ വന്ന് ഇതൊക്കെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഈ ഡെസിഷൻസ് ചിലത് തെറ്റിയിട്ടും ഉണ്ടാവും. സോ വി ഹാവ് ടു അഗെയിൻ സ്റ്റാർട്ട് ഫ്രോം ദ ബിഗിനിങ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ അതുപോലെ ഡേറ്റ റിക്കവറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കൊരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഒരു കേസിൽ പറഞ്ഞ പോലെ അവർ ചിലപ്പോൾ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും, ഗാജറ്റ് അടക്കം കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ കയ്യിലുണ്ടാവുക ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച 3 മാസത്തെ ഗാജറ്റ് ആയിരിക്കും. പക്ഷെ ഇവർ പറയുന്ന കഥ ഒരു 2 കൊല്ലം മുമ്പത്തെ മുതൽക്കുള്ള കഥയായിരിക്കും. അപ്പോൾ ഈ ഗാജറ്റിലില്ല, ഈ 2 ഗാജറ്റ് എക്സ്പോഷർ നമ്മുടെ കയ്യിലില്ല, ഈ 2 ഇയേഴ്സിൻ്റെ കഥ. അപ്പോൾ പിന്നെ ഡിജിറ്റൽ എവിഡൻസ് ഈ 2 ഇയേഴ്സിന് എവിടെ നിന്നൊക്കെ ഗ്യാദർ ചെയ്യാം. ആ ഗ്യാദറിങ് ഓഫ് എവിഡൻസ് നമുക്ക് ടെക്നിക്കൽ ഫീസിബിലിറ്റി എത്രയൊക്കെയാണ്. അപ്പോൾ റിക്കവറി എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവും. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വന്ന് പറയാം എനിക്ക് വേണ്ടത് എന്താ വെച്ചാൽ 2022 ഫെബ്രുവരി 4 എടുത്ത ഒരു ഫോട്ടോ ആണ് വേണ്ടത്. പക്ഷെ അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്ത് റിക്കവർ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഡേറ്റ ഫുൾ ആ കാലഘട്ടത്തിലെ ഡിജിറ്റൽ സ്പേസിലെ ഡേറ്റ ഫുള്ള് റിക്കവർ ചെയ്ത് കഴിഞ്ഞ് ആ റിക്കവർ ചെയ്ത ഡേറ്റയിൽ സെർച്ച് ചെയ്ത് പോസിബിൾ ആണോ അല്ലേന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതെല്ലാം റിക്കവർ ചെയ്ത് സെർച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുക 2022 ഡേറ്റ നമ്മൾ തപ്പിയിട്ട് കാര്യമില്ല, അത് ഫുള്ള് ഓവർ റൈറ്റ് ചെയ്ത് പോയി.
അപ്പോൾ ചിലപ്പോൾ നമുക്ക് 2021 കിട്ടിയിട്ടുണ്ടാവും, 2023 കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ നോക്കുന്ന ഡേറ്റ ആയിരിക്കും ചിലപ്പോൾ അത് ഓവർ റൈറ്റ് ചെയ്ത് പോയിണ്ടാവുക. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുക ഇതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻസോ മൾട്ടിപ്ലിക്കേഷൻസോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ. അപ്പോൾ ഒരിക്കലും ഒരു എവിഡൻഷ്യറി വാല്യൂ കിട്ടാത്ത അല്ലെങ്കിൽ എവിഡൻഷ്യറി ഡിജിറ്റൽ കണ്ടൻറ്റ് കിട്ടാത്ത ഒരു കേസും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ കളക്ട് ചെയ്തൊരു എവിഡൻസിനെ വീണ്ടും ഞങ്ങളുടെ ചാലഞ്ച് ഒരു ജുഡീഷ്യൽ ഫ്രെയിം വർക്കിൽ, ഒരു ലീഗൽ ഫ്രെയിം വർക്കിലേക്ക് ഇതെങ്ങനെ കൊണ്ടുവരാം. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ടെക്നിക്കലി സ്റ്റോറി കംപ്ലീറ്റ്ലി റീക്രിയേറ്റഡ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടാവും. ഇതാണ് സംഭവിച്ചത് ഫുള്ള് ഞങ്ങൾ റിക്കവർ ചെയ്തിട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു ലീഗൽ വാലിഡിറ്റി കുറഞ്ഞിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ കോടതിയിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റില്ല ചിലപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട്. അപ്പോൾ പിന്നെ അതൊരു കോടതിയുടെ കളിയാണ്, കോടതിയിലെയും ലോയേഴ്സിൻ്റെയും ഒക്കെ കളിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കണം ഒരു കേസ് മുമ്പിൽ വരുമ്പോൾ. അല്ലാതെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഞാൻ കുട്ടികളോടൊക്കെ സംസാരിക്കാൻ പോകുമ്പോൾ പറയും ഐ എം എ വെരി കളർഫുൾ പേഴ്സൺ. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന പോലെ സാരി കൊടുക്കാനും ഡ്രസ്സ് ഇടാനും ഓർണമെൻറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. ഐ എം എൻ ഇൻവെസ്റ്റിഗേറ്റർ ഫോർ ദ ലാസ്റ്റ് 25 years. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞാൽ സൈബർ ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ സൈബർ സ്പൈ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആദ്യം കാണിക്കുന്ന ഒരു പടമാണ് ഹുഡിയിട്ട് ഇരുട്ട് മുറിയിലിരിക്കുക, കുറേ നമ്പേഴ്സ് മാത്രം ഫ്ലാഷ് ചെയ്യുക. ഓഫ് കോഴ്സ് വി ഡീൽ വിത്ത് നമ്പേഴ്സ്, കുറേ ടെക്സ്റ്റൊക്കെ വെച്ചിട്ട്. പക്ഷെ അതല്ല ലോകം. ഞങ്ങളും സാധാരണ മനുഷ്യരെ പോലെ തന്നെ സാധാരണ മനുഷ്യരുടെ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഡീൽ ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾ കമ്പ്യൂട്ടേഴ്സിൻ്റെ മാത്രം കാര്യങ്ങളല്ല. മനുഷ്യരില്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു കഥയില്ല. തീർച്ചയായും. ഐഫോണിന്റെ ഉപയോഗം, ഐഫോൺ ഭയങ്കര സെക്യൂർ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. മറ്റു ഫോണുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഐഫോൺ ഈസ് വെൽ സെക്യൂർഡ് ഫോൺ എന്നാണ് പറയുന്നത്. പക്ഷെ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഇതേപോലെയൊക്കെ പറ്റാറുണ്ട്, അവരും പെടാറുണ്ട്. എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അല്ല, ഞാൻ പറഞ്ഞു ഓരോ സർവീസ് പ്രൊവൈഡറും ഓരോ കമ്പനിയും അവരുടേതായ ഒരു രീതിയിലുള്ള സെക്യൂരിറ്റീസ് ഒക്കെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരും. ഈ സെക്യൂരിറ്റി പാറ്റേൺസിനകത്ത് ബ്രേക്ക് ചെയ്യുന്നത് അത് യൂസേഴ്സ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളിൽ പോലെ തന്നെ ഐഫോൺ ഉപയോഗിക്കുന്ന ഒരാളും ചാറ്റ് പ്ലാറ്റ്ഫോംസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. അതിനകത്ത് ആരോ ഒരാൾ അയച്ച മെസ്സേജ് ഡൗൺലോഡ് ചെയ്തു, അതിനെ കൂടെ വന്നിട്ടുള്ള സ്പൈവെയറും ഡൗൺലോഡ് ചെയ്തു. ഓക്കെ, വർക്ക് ചെയ്യില്ലേ? തീർച്ചയായും. ഐഫോൺ പറയോ? ഐഫോൺ എന്താ പറയുക, ദർ ഇസ് എ വാർണിംഗ്, സൂക്ഷിക്കണം, ഇത് പോകുന്നത് അൺസെക്യൂർഡ് ആയിട്ടുള്ള അത് ഐഫോണും പറയും, എല്ലാ ബ്രൗസറും പറയും, ഇപ്പോൾ ആൻഡ്രോയിഡും പറയും, ഐഫോൺ മാത്രമൊന്നുമല്ല എല്ലാം പറയും. എന്നിട്ട് ഐ ഡോണ്ട് മൈൻഡ്, പ്ലീസ് ഗോ എന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ട് ഇൻവിറ്റേഷനും കൊടുത്ത് ക്ഷണക്കത്തും കൊടുത്ത് പിടിച്ച് വലിച്ചിരുത്തുകയാണ് ആ ആപ്പിനെ നമ്മുടെ ഫോണിനകത്ത്. അതിനുശേഷം അതിനോട് മിസ്ബിഹേവ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. പിന്നെ ഒരു ഇതെന്താ വെച്ചാൽ ഒരു റീബൂട്ടിങ് നടക്കുമ്പോൾ ഐഫോണിന് തന്നെത്താൻ അതൊരു റീബൂട്ടിങ്ങും റീഇൻസ്റ്റലേഷനും ഒക്കെ നടത്തുന്ന സമയത്ത് കുറച്ചും കൂടിയൊക്കെ ഒരു സെക്യൂരിറ്റി കൂടുതൽ വരും. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് അത് ചെയ്യും. ആൻഡ്രോയിഡ് ഫോൺസിന് ഇപ്പോഴും ആ ഫെസിലിറ്റി എല്ലാ OSലും വന്നു തുടങ്ങിയിട്ടില്ല, എല്ലാ ഗാഡ്ജറ്റ്സിലും വന്നു തുടങ്ങിയിട്ടില്ല. കുറേയൊക്കെ ന്യൂ വേർഷൻസിനൊക്കെ ആ സാധനം വന്നു തുടങ്ങി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഫോൺ ഓഫ് ചെയ്ത് ഓൺ ചെയ്താൽ മതി, അത് വർക്ക് ചെയ്യും. ഓക്കെ. ഇപ്പം ഞാനിപ്പോൾ ഒരു പാട്ട് കേട്ടു, അതിനെ തുടർച്ചയായിട്ട് നമ്മുടെ ഫോണിൽ ഇപ്പോൾ വരുന്ന അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പം ഞാനിപ്പോൾ ഒരു വാച്ച് നോക്കി, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും പിന്നെ എൻ്റെ ഫോണിൽ ഫുള്ള്. അപ്പം നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും എല്ലാം നമ്മുടെ ഫോൺ അറിയുന്നുണ്ടെന്നല്ലേ? ഫോൺ ഇൻ്റർനെറ്റ് അറിയുന്നുണ്ട്, നമ്മുടെ ചുറ്റുമുള്ള ഇൻ്റർനെറ്റ് അറിയുന്നുണ്ട്. അത് നമ്മൾ തന്നെയല്ലേ പെർമിഷൻ കൊടുത്തേ? തീർച്ചയായും. വോയിസ് അസിസ്റ്റൻ്റ് ഓൺ ചെയ്ത് വെക്കും, ലൊക്കേഷൻ ഓൺ ചെയ്ത് വെക്കും, ആഡ് പ്രിഫറൻസസ് ഓൺ ചെയ്ത്, എല്ലാ സാധനവും നമ്മൾ തന്നെയാണ് ഓൺ ചെയ്ത് വെക്കുന്നത്. നമ്മൾ അവരോടൊക്കെ ഈ പറയുന്ന ആപ്പിനെ മുഴുവനും നമ്മൾ എന്താ കൊടുത്തിട്ടുള്ളത്? ടു റെക്കോർഡ് അവർ കോൺവെർസേഷൻ, ടു റെക്കോർഡ് അവർ ഡേറ്റ. എന്തിനാ? നമ്മുടെ എക്സ്പീരിയൻസസ് ബെറ്റർ ആക്കാൻ, അവർക്ക് R&D ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയണത്. അപ്പോൾ അത് അവർ ചെയ്യും. നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളാണ് ഡേറ്റ. പക്ഷെ നമുക്ക് അത് ചെയ്യാണ്ട് ആ ആപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്പർ ഓഫ് ആപ്സ് കുറയ്ക്കുക, അത്രേ ഉള്ളൂ. ആവശ്യമില്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് ചെയ്ത് വെക്കാം. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസ് റെക്കോർഡിംഗ് വോയിസ് അസിസ്റ്റൻ്റ് ഓഫ് ചെയ്ത് വെക്കാം. ഇവരെ കൊണ്ട് എല്ലാം കേൾപ്പിച്ച് അതൊക്കെ യൂസ് ചെയ്യിപ്പിച്ചിട്ട് എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ പണി മര്യാദയ്ക്ക് എടുക്കണില്ല എന്നല്ല പറയുന്നത്. അവർ മര്യാദയ്ക്ക് പണിയെടുക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണമെങ്കിലും നമ്മുടെ കയ്യിൽ തന്നെ ഫോൺ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, അവെയറായിട്ട് ഉപയോഗിക്കുക. വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ടാത്ത ഗാഡ്ജറ്റ്സിൽ വേണ്ട. സൈബർ ക്രൈംസ് മൊത്തത്തിൽ തുടച്ചു നീക്കാൻ പറ്റില്ല, നമ്മൾ അവെയർ ആയിരിക്കണം. യെസ്, പറ്റില്ല, 100% പറ്റില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെയൊക്കെ യൂസേജ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസേഴ്സ് കൂടുമ്പോൾ ക്രിമിനൽസും അതിനകത്ത് കൂടുന്നു. അപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നവരും ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നന്ദി.
താങ്ക് യു.